Hey guys, ഞാൻ റാസി. നമ്മളിന്ന് റിഡ്സ് പെട്രോളിൻ്റെ AC സിസ്റ്റം ഫുള്ളായിട്ട് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പോകട്ടോ. ഓക്കെ, ഈ ഒരു നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ വണ്ടികളിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, എല്ലാ വണ്ടികളിലും ഈ സെയിം മെത്തേഡിൽ വേണം ചെയ്യാൻ. എനിവേ ഗൈസ്, നമുക്ക് ഇതിന് ഡാഷ്ബോർഡ് അയച്ചിട്ടുണ്ട്. ഡാഷ്ബോർഡിൻ്റെ ഉള്ളിൽ എല്ലാം കറക്റ്റായിട്ടുള്ള പൊസിഷനിലുള്ളത്. ഇതുവരെ ഡാഷ്ബോർഡ് അയച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളതെല്ലാം നോക്കുന്നുണ്ട്, വേറെ എലി കയറുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. ഇനി ഞാൻ നിങ്ങളിതിൻ്റെ പാർട്സൊക്കെ കാണിച്ചു തരാം. നമ്മൾ ഈ AC സിസ്റ്റം റിപ്പയർ ചെയ്യുന്ന സമയത്ത്, നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് എല്ലാ പാർട്സും റീപ്ലേസ് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. കാരണം ഒരു പാർട്സും അവിടെ ബാലൻസ് വെക്കരുത്. കാരണം നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ട്രിപ്പോ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഒരിക്കലും തന്നെ AC പണി മുടക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പുതിയത് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായിരിക്കും നിങ്ങൾക്ക് ലാഭകരം. ഓക്കെ, അപ്പോൾ നമ്മളിതാ പുതിയ കംപ്രസർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇവാപ്പറേറ്റർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവാപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതാണ്. ഇത് പഴയത് യൂസ് ചെയ്യുന്നവരുണ്ട്. പഴയത് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ആ ഒരു പെർഫെക്ഷൻ നിങ്ങൾക്കറിയാമല്ലോ. കാരണം പഴയതിൽ ഫംഗസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓൾറെഡി. അപ്പം അതിന് നമ്മൾ എയർ പുഷ് ചെയ്തുകൊണ്ട് വരുന്ന തണുപ്പിൻ്റെ അളവിൽ എങ്ങനെ പോയാലും കുറവുണ്ടാവും. അപ്പം പുതിയതാകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരു പെർഫെക്ഷനാണ്. പിന്നെ ഇതിൻ്റെത് ലീക്ക് ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഓയിൽ അടിച്ചിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഇതിൻ്റെ ഓണറുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പം അദ്ദേഹം ഇത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ ഗൈസ്, എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഇതിൻ്റെ ഓണർക്ക് ഉറപ്പായിട്ടും ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടും എന്നുള്ളതാട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇവാപ്പറേറ്റർ പുറത്തെടുക്കുന്നുണ്ട്. നല്ല പെർഫെക്ഷൻ ആട്ടോ. കാരണം ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ജെനുവിൻ പാർട്സ് മേടിക്കണം. അല്ലെങ്കിൽ ഇവാപ്പറേറ്റർ മേടിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ജെനുവിൻ പാർട്സ് മേടിക്കുക. കാരണം ആഫ്റ്റർ മാർക്കറ്റ് കറക്റ്റ് സൂട്ടാവില്ല കേട്ടോ. നമ്മളത് ഫിക്സ് ചെയ്യാൻ വേണ്ടി നല്ല സമയമെടുക്കും, പൈപ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. എനിവേ, അപ്പം നമ്മളിതാ മറ്റു പാർട്സുകളും കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതിൻ്റെ ലൈനും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ഫ്ലഷ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ കണ്ടൻസറാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. കണ്ടൻസർ നമ്മൾ പുതിയതാണ് ഫിക്സ് ചെയ്യുന്നത് കേട്ടോ. കണ്ടൻസർ നിങ്ങൾ 100% മസ്റ്റായിട്ട് മാറിയിരിക്കണം. കാരണം കംപ്രസറിൽ നിന്ന് പുഷ് ചെയ്യുന്ന ഫസ്റ്റ് ഏരിയ ആണ് കണ്ടൻസർ. കംപ്രസറിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇത് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ കംപ്രസർ ഫെയിലായി കഴിഞ്ഞാൽ ആദ്യം ആ ഒരു ഫിഷർ കയറാൻ പോകുന്നത് ഈ കണ്ടൻസറിലേക്കായിരിക്കും. കണ്ടൻസറൊക്കെ മാറാതെ കംപ്രസർ മാത്രം മാറുന്നവരുണ്ട്. അവർക്ക് കുറച്ച് കാലം മാത്രമേ തണുപ്പ് കിട്ടാൻ ചാൻസ് ഉള്ളൂ. അത് കഴിയുമ്പോൾ ആ കംപ്രസർ വീണ്ടും അടിച്ചു പോകും. അപ്പോൾ അതിലും നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ഫുൾ ചെയ്യുന്ന കേട്ടോ. ഈ ഒരു CTC ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ലൈന് ഫ്ലഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാക്സിമം പ്രൊഫഷണലായിട്ട് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കാറ് കേട്ടോ. ഓക്കെ, അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടികളൊന്നും തന്നെയല്ല. അപ്പം പെട്രോൾ ഉപയോഗിച്ചും ക്ലീൻ ചെയ്യുന്നവരുണ്ട്. CTC ആണ് അതിൻ്റെ ഒരു പെർഫെക്ഷൻ, ലൈന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം കേട്ടോ. ഓക്കെ, ഇനി ഞാൻ ഈ ഇവാപ്പറേറ്ററിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു അവസ്ഥയും കാണിച്ചു തരാം കേട്ടോ. കംപ്ലീറ്റ്ലി പൊടിയും ഡസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് ആ ഒരു ഓയിൽ മഴയൊക്കെ അതിൽ കാണാം. അതായത് ഇത് ലീക്കാണെന്ന് സംശയമുണ്ട് കേട്ടോ. പിന്നെ ഇത് നിങ്ങൾ കണ്ടല്ലോ, ഇത് ക്ലീൻ ചെയ്തൊന്നും ഇടേണ്ട കാര്യമില്ല. കാരണം പുതിയ സാധനമാണ് നമ്മൾ ഇടുന്നത്, അതുകൊണ്ട് തന്നെ കേട്ടോ. പിന്നെ ഡാഷ് അയക്കുക എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ളൊരു ജോലിയല്ല എന്ന് എല്ലാവർക്കും അറിയാം. പുതിയത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കാലത്തൊന്നും നമുക്കിത് അഴിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. അപ്പോൾ നമ്മൾ ബാക്കി ഫിറ്റിങ്സിലേക്കൊക്കെ നമുക്ക് പോകാം. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ബ്ലാക്കായി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. പഴയ കംപ്രസർ ഫെയിലായതിൻ്റെ ബ്ലാക്കാണത്. അതിൻ്റെ ഫിഷറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളിതാ ഈ ലൈന് ക്ലീൻ ചെയ്യുന്നുണ്ട് പ്രോപ്പറായിട്ട്. ലൈന് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യണമെങ്കിൽ റീപ്ലേസ് ചെയ്യാം. റീപ്ലേസ് ചെയ്യുമ്പം എല്ലാ ലൈനും റീപ്ലേസ് ചെയ്യണം. അതിനൊരു ഏകദേശം 4000 to 5000 നമ്മൾ എക്സ്ട്രാ കാണണം. പക്ഷേ ക്ലീൻ ചെയ്താൽ മതി, ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇനി ചിലർക്ക് റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കും, നോ പ്രോബ്ലം. ഓക്കെ, അപ്പം ഇതിൻ്റെ ക്ലയൻറ്റിനോട് നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഓക്കെ നിങ്ങളത് ക്ലീൻ ചെയ്തോന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എനിവേ ഗൈസ്, നമ്മളിതായിപ്പം ഇത് പ്രോപ്പറായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ പ്രാവശ്യം നമ്മൾ ഈ CTC ഇതിലേക്ക് ഒഴിച്ച ശേഷം നമ്മൾ ഫ്ലഷ് ചെയ്ത് നമ്മൾ ആ ഒരു മാക്സിമം ക്ലീനിങ്ങിലേക്ക് നമ്മൾ കൊണ്ടുവരും. എന്നിട്ടായിരിക്കും നമ്മളിത് ഫിറ്റിങ്സൊക്കെ ചെയ്യുക. അപ്പോൾ ഇതിന് നല്ല സമയം എടുക്കും കേട്ടോ, കുറച്ച് സമയം എടുക്കും. അപ്പം നിങ്ങൾ ദയവേത് നിങ്ങൾ ധൃതി കാണിക്കാതിരിക്കുക. പെട്ടെന്ന് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക്ഷോപ്പുകാർ ഒരിക്കലും തന്നെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യില്ല. 1-2 തവണ ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് കയറ്റി ഫിറ്റ് ചെയ്ത് തരും. അത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും ഡേഞ്ചർ. അപ്പം അതുകൊണ്ട് തന്നെ ടൈം കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു വൈറ്റ് പേപ്പറിലേക്ക് നമ്മൾ പ്രഷർ ചെയ്യുന്ന സമയത്ത് യാതൊരു രീതിയിലുള്ള ബ്ലാക്കും കാണുന്നില്ല കേട്ടോ. അതായത് ഈ ഒരു ലൈന് പെർഫെക്റ്റ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ മാക്സിമം ക്ലീൻ ചെയ്തു. ഇനി എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതിൻ്റെ ഹീറ്റർ കോർ കേട്ടോ. നമ്മളതിൻ്റെ പുറം ഭാഗം ജസ്റ്റ് ഒന്ന് പേപ്പർ ചെയ്യണം. കാരണം നമുക്കത് ക്ലിപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്.
അപ്പോൾ നമ്മൾ ഇതിൻ്റെ ക്യാബിൻ ഫിൽറ്ററും കൂടി പുതിയതിട്ട് കൊടുക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ ഇത്രയും വർക്കൊക്കെ ചെയ്തു, അപ്പോൾ ക്യാബിൻ ഫിൽറ്ററും പുതിയതിരിക്കട്ടെ. കാരണം നല്ല ബ്രീത്ത് ആവട്ടെ, നല്ല ഫ്രഷ് ആയിട്ടുള്ള എയർ ബ്രീത്ത് ചെയ്തുകൊണ്ട് വണ്ടി ഓടിക്കാം. അത് പ്രത്യേക ഒരു സുഖമായിരിക്കും. നല്ല വേനൽക്കാലമൊക്കെയാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം, ഇതിൻ്റെ ഹീറ്റർ കോർ. അതായത് ഈ വണ്ടി പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള സർവീസ് കിട്ടിയ ഒരു വണ്ടി കേട്ടോ. കാരണം അതായത് കറക്റ്റായിട്ട് ഒരു റെസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇതിൻ്റെ സിസ്റ്റത്തിലില്ല, കൂളിംഗ് സിസ്റ്റത്തിലില്ല. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ കാര്യത്തിൽ ഇതിൻ്റെ ഓണർ ഭാഗ്യവാനാണെന്ന് ഞാൻ പറയും. കാരണം യൂസുകാർ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാ വാഹനങ്ങളുടെയും കൂളിംഗ് സിസ്റ്റം റെസ്റ്റ് ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇതിൻ്റെ റേഡിയേറ്ററൊക്കെ നിങ്ങൾ നോക്കിയാൽ ഫുൾ ക്ലീനാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ കൂളൻറ്റും കൂടെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല, ഓൾറെഡി വേറെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കൂളിംഗ് ഒന്ന് കാണിച്ചു തരാം. അതായത് പക്ക നമുക്ക് ഒരു പുതിയ വണ്ടിയിൽ കിട്ടുന്ന സെയിം റീഡിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മൾ അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്തത്, അത്രയും പാർട്സ് നമ്മൾ റീപ്ലേസ് ചെയ്തു. പക്ക ഒരു പ്രോസസ്സിലൂടെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. കൂടാതെ അടുത്തൊന്നും ബ്രേക്ക് ഡൗൺ വരാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ ബ്രേക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാം നോക്കിയിട്ടുണ്ട്. നമുക്ക് യൂട്യൂബ് എൻക്വയറിയിലൂടെ വന്ന ഒരു വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.